നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു വെടിക്കെട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4-0 സ്പേഴ്സ് മാൻ സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈവിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സമ്മറിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സിറ്റി ഫാൻസിന്റെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇഞ്ചുറീസ് തന്നെയാണ്. ഇപ്പോൾ റൂബൻ ഡിയാസ് ഡിഫൻസ് കളിക്കുന്നില്ല, റോഡ്രി അവൈലബിൾ അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിലും വലിയ ഇഞ്ചുറി കൺസേൺസും ആയിട്ടാണ് ഇന്ന് സ്പേഴ്സ് കളിക്കാൻ ഇറങ്ങിയത്. നമ്മുടെ മെയിൻ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള റൊമേറോ, മിക്കി വാൻഡവൻ രണ്ടുപേരും ഇഞ്ചുറി കാരണം ഇറങ്ങിയിട്ടില്ല. മിഡ്ഫീൽഡിലാണെങ്കിൽ റോഡ്രിഗോ ബെൻറ്റോങ്കറിന് FA സസ്പെൻഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ബെൻ ഡേവിസിനൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ ഇറങ്ങിയത്. സ്റ്റാർട്ടിംഗ് 11 കണ്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പേഴ്സിന് ഒന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, സിറ്റി 5-2 5-1 ജയിക്കുന്നുള്ള കമന്റ്സ് ഒക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സഞ്ജു സാംസന്റെ കാര്യം ക്രിക്കറ്റിൽ പറയുന്നത് പോലെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ സിറ്റിക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഹാലണ്ട് ചാൻസ് മിസ് ചെയ്തു, സവീനോക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. കിട്ടിയ ചാൻസ് ഫോർഡൻ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അങ്ങനെ ഒരുപാട് ചാൻസ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സിറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കളിയുടെ കടിഞ്ഞാൻ പതുക്കെ സിറ്റിയുടെ കയ്യിൽ നിന്നും സ്പേഴ്സിന്റെ കയ്യിലേക്ക് പോയി. ഇവിടെ എടുത്തു പറഞ്ഞ ഒരു പെർഫോമൻസ് വികാരിയോയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പുള്ളി ഷോർട്ട് റേഞ്ചിലുള്ള പാസ്സായാലും ബോക്സിന് പുറത്തു നിന്നുള്ള ഷോട്ടായാലും വളരെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ഇന്ന് കഴിഞ്ഞു. ഹാലണ്ടിന്റെ 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു. വികാരിയുടെ ഒരു മൈൻഡ്ഫുൾനെസ്സും പുള്ളിയുടെ പൊസിഷനിങ്ങും ഒക്കെ കിടുവായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഔട്ട് ഓഫ് നോവർ സ്പേഴ്സ് ഒരു ഗോളിനുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ പ്ലേ മേക്കറായിട്ട് ഞാൻ പറയുന്നത് കുലുസെസ്കി തന്നെയാണ്. മാൻ ഓഫ് ദി മാച്ച് മാഡിസന് കിട്ടി. പക്ഷേ എല്ലാ ഗോളിൻ്റെയും പിറകിൽ കുലുസെസ്കിയുടെ ഒരു അദൃശ്യ കൈ ഉണ്ടായിരുന്നു. ഇന്ന് റൈറ്റ് വിങ്ങിൽ നിന്ന് പുള്ളി ഒരു ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. മാഡിസണ് പാടത്തൊക്കെ ഇറങ്ങിപ്പോകുന്നത് പോലെ ഏക്കേഴ്സ് ഓഫ് സ്പേസ് പുള്ളിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആരോ പറയുന്നുണ്ട്. പുള്ളി ഈസി ആയിട്ട് ഡിഫൻസിലൂടെ ഒരു റണ്ണ് നടത്തുന്നു. ഈ റണ്ണ് കുലുസെസ്കി റൈറ്റ് വിങ്ങിൽ നിന്ന് കാണുന്നുണ്ട്. ശരിക്കും പീച്ച് പോലുള്ള ഒരു ബോളാണ് ഇട്ട് കൊടുത്തത്. നമ്മളൊക്കെ പറയാറില്ലേ, കാലുമല് കറക്റ്റായിട്ട് വന്ന് വീണു, ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്താൽ ബോക്സിലേക്ക് എത്തും. അതുപോലുള്ള ഒരു ക്രോസ് ആണ് മാഡിസൺ ഇട്ട് കൊടുത്തത്. മാഡിസൺ ജസ്റ്റ് ഗൈഡ് ചെയ്ത് ബോക്സിലേക്ക് കയറ്റി. അങ്ങനെ 1-0 ലീഡിലേക്ക് സ്പേഴ്സ് വരികയാണ്. ഒരുപാട് ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ ഇന്ന് സിറ്റിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡൊക്കെ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. റീക്കോ ലൂയിസിനൊന്നും ഈ ഒരു സിറ്റിയുടെ മിഡ്ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂല എന്ന് ഇന്ന് മനസ്സിലായി. അങ്ങനെ വ്ലാഡിയോന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്നു. പുള്ളി കൊടുത്തൊരു പാസ് ശരിക്കും പറഞ്ഞാൽ ബോക്സിനടുത്തേക്ക് വരികയാണ്. ഇവിടെ മാഡിസൺ സണ്ണിലേക്ക് പാസ് കൊടുക്കുന്നു. സണ്ണിന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾ ആ സിറ്റുവേഷനിൽ മനസ്സിലാവും. പുള്ളി ഒരു 3 പേരെ ഡ്രാഗ് ചെയ്തിട്ട് ബോക്സിന്റെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് പുള്ളി ഷോട്ട് എടുക്കുന്നതാണ്. പക്ഷെ മാഡിസൺ വളരെ ഇന്റലിജന്റ് ആയിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഒരു റണ്ണ് നടത്തുന്നുണ്ട്. സണ്ണ് ബോൾ റിലീസ് ചെയ്യുന്നു. എഡേഴ്സൺ വന്നിട്ട് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ബോൾ വളരെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാൻ മാഡിസണ് കഴിഞ്ഞു. മാഡിസന്റെ ബർത്ത്ഡേ പ്രസന്റ് എന്ന് പറയേണ്ടി വരും. 2 കിടിലൻ ഗോളുകൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ 2-0 ലീഡിലേക്ക് സ്പേഴ്സ് വരികയാണ്. പിന്നീട് സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിറ്റിയുടെ കയ്യിലായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 59% പൊസിഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. 23ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. 5 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷേ ഒരു ഗോള് പോലും സ്കോർ ചെയ്യാൻ സിറ്റിക്ക് ഇന്ന് കഴിഞ്ഞില്ല. അത് അനുവദിച്ചില്ല എന്ന് പറയേണ്ടി വരും. എടുത്തു പറയേണ്ട ഡിഫൻസിലെ പെർഫോമൻസ്. ബെൻ ഡേവിസ് ഇന്ന് കിടുവായിട്ട് കളിച്ചു. പുള്ളിയുടെ സൈഡിൽ നിന്ന് അധികം മിസ്റ്റേക്കുകളൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് ആകെ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നിയത് പെഡ്രോ പോറോ കൊടുത്തിട്ടുള്ള ഒരു ബാക്ക് പാസ് മാത്രമാണ്. ആ ഹെഡർ എന്തുകൊണ്ടോ ഗോളായിട്ട് മാറാൻ അനുവദിച്ചില്ല. ഇവിടെയും വികാരിയോ രക്ഷകനായിട്ട് എത്തിയത് കൊണ്ട് അത് കൺവേർട്ട് ആയില്ല. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ 2-0 ലീഡോടെ കളി അവസാനിച്ചു. സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ബ്രൈറ്റണെതിരെയും മറ്റ് ടീമിനെതിരെയും ഒക്കെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളി വിട്ടുകൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഓപ്പോസിഷൻ ശക്തമായിട്ട് തിരിച്ചു വരും. ഇപ്പം ഞാൻ ആകെ പ്രതീക്ഷിച്ചത് ബേസിക് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യുക, ഗെയിം മാനേജ്മെന്റ് നടത്തുക, പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
അപ്പോഴാണ് സെക്കൻഡ് ഹാഫിൽ കളിയുടെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മറ്റൊരു ചാൻസ് വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് കുലസസ്കി നടത്തിയിട്ടുള്ള ആ ഒരു റൺ തന്നെയാണ്. പുള്ളി ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി ബോൾ റിക്കവർ ചെയ്യുന്നു, അവിടുന്ന് സണ്ണിലേക്ക് പാസ് ചെയ്യുന്നു. സണ്ണിൻ്റെ ഒരു 1 ടച്ച് പാസ് വളരെ വളരെ കൃത്യമായിട്ട് കുലസസ്കിയെ ലോഞ്ച് ചെയ്ത് ലെഫ്റ്റ് വിങ്ങിലൂടെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുലസസ്കി കൊടുത്തിട്ടുള്ള ഒരു പാസ് കൃത്യമായിട്ട് സോളാങ്കിയുടെ കാലിലേക്ക് എത്തുകയാണ്. സോളാങ്കിക്ക് വേണമെങ്കിൽ ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു. വളരെ അൺസെൽഫിഷ് ആയിട്ട് പുള്ളി ആ ബോള് പെഡ്രോ പോറോന് സെറ്റ് ചെയ്യുന്നു. പോറോയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ട് വന്നതോടെ കളി അവിടെ അവസാനിച്ചു. ശരിക്കും പറഞ്ഞാൽ 3-0 ലീഡിലേക്ക് സ്പേഴ്സ് എത്തുകയും ചെയ്തു. ഇവിടെ 1-2 പ്ലേയേഴ്സിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് കെയിൽ വാക്കറാണ്. എനിക്കൊന്ന് വാക്കറുടെ ടൈം അവസാനിച്ചു. ഇന്ന് 2 ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അവസാനം ടിമോ വേണർ നടത്തിയിട്ടുള്ള റണ്ണ്, ആ സമയത്തുള്ള ഒരു റണ്ണും സണ്ണ് കൊടുത്തിട്ടുള്ള ഒരു പാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ 2 സിറ്റുവേഷനിലും കെയിൽ വാക്കർ ഒരു നോക്കൂത്തിനെ പോലെ നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ റിയാക്ഷൻ വളരെ പോറായിരുന്നു. പുള്ളിക്ക് ഓടിപ്പിടിക്കാൻ പറ്റുന്നില്ല, ടയർഡ് ലെഗാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പണ്ട് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കെയിൽ വാക്കർ ഓടിപ്പിടിച്ച് ബോൾ ക്ലിയർ ചെയ്യുന്ന പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിരുന്നു. ആ കെയിൽ വാക്കർ പോയി എന്ന് പറയേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ അവസാനം കുറച്ച് പിള്ളേരൊക്കെ കൊണ്ടുവന്നു. അവിടെ ടിമോ വേർണർ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നു. ഗ്രീലിഷിന്റെ മറ്റൊരു മിസ്റ്റേക്ക്. ഈ സമയത്ത് ഞാൻ വിചാരിച്ചു കെയിൽ വാക്കർ ഓടിപ്പിടിക്കുന്നു, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ടിമോ വേർണർ തൻ്റെ ഫുൾ സ്പീഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ പോകുന്നു. ഒരു ക്രോസ് ബോക്സിലേക്ക് എത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു എഡേഴ്സന്റെ കൈ തട്ടി ഈ ബോള് കൃത്യമായിട്ട് ബ്രണ്ടൻ ജോൺസന്റെ കാലിലേക്ക് എത്തുന്നു. ഒരു സ്ലൈഡിങ് ടച്ചോടെ പുള്ളി ആ പന്ത് ബോക്സിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 4-0 സ്പേഴ്സ് ഇന്ന് ജയിച്ചിട്ടുള്ളത്. ബ്രില്യൻ പെർഫോമൻസ്. മാഡിസൺ വാസ് ബ്രില്യൻറ്റ്, കുലസസ്കി വാസ് ബ്രില്യൻറ്റ്. മിഡ്ഫീൽഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് സാർ. ഞാൻ വിചാരിച്ചു ഇന്ന് സാറിന് പ്രശ്നമാവും, കാരണം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗുണ്ടുവനും ബെർണാർഡോ സിൽവയാണ് ഇന്ന് സിറ്റിയുടെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഗെയിം പ്ലാൻ വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. മിഡ്ഫീൽഡ് കൺജസ്റ്റ് ചെയ്യുക, ഒരു ഈസി ആയിട്ടുള്ള സ്പേസ് കൊടുക്കാതിരിക്കുക, ഒരു ത്രൂ ബോൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഒരു ടാക്ടിക്കലായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് വിങ്ങിലോ അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിലോ സ്പേസ് കൃത്യമായിട്ട് സിറ്റിക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ സിറ്റി ചെയ്യുന്നത് ലെഫ്റ്റ് വിങ് പോയി അവിടുന്ന് ക്രോസ് ഇടാൻ നോക്കും, ആ ക്രോസ് നമ്മൾ ക്ലിയർ ചെയ്യും. ഇല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വന്ന് റൈറ്റ് ഫീൽഡിലേക്ക് ബോൾ കൊടുത്ത് വീണ്ടും ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റി സൈഡിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ബോക്സിലേക്ക് വന്നിട്ടുള്ള പല ക്രോസുകളും, ഇപ്പോൾ ഡ്രാഗോസിന്റെ ക്ലിയറൻസ് ഉണ്ട്, പിന്നെ പെഡ്രോ പോറോയുടെ ക്ലിയറൻസ് ഉണ്ട്, വികാരിയോ 1-2 ഷോട്ട് കൃത്യമായിട്ട് സേവ് ചെയ്തു. ഇങ്ങനെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും പെപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. കാരണം പുള്ളിയുടെ മാനേജീരിയൽ കരിയർ നോക്കിക്കഴിഞ്ഞാൽ 5 മത്സരം കണ്ടിന്യൂസ് ആയിട്ട് തോറ്റിട്ടില്ല. ഇനി ആൻഫീൽഡിൽ കളിയുണ്ട്. എന്തായാലും ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ മൊമെന്റ് ആണ്. ആ ഒരു ലീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കാൻ പോകുന്നത്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇഞ്ചറി കൺസേൺസ് ഒരു ഭാഗത്ത്, പ്ലേയേഴ്സ് അണ്ടർ പെർഫോം ചെയ്യുന്നു, കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല, ഒന്നിനു പിറകെ ഒന്നായിട്ട് തോൽവികൾ വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പെപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസൺ തീർന്നോന്നൊക്കെ പറയാനായിട്ടില്ല, കാരണം ഒരുപാട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.